എനിക്ക് മുമ്പ് ആവശ്യത്തിലധികം ഉണ്ടായിരുന്ന എന്നാൽ ഇപ്പോൾ ഒട്ടും ഇല്ലാത്ത ഒരു സംഭവമാണ് സമയം എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ വീട്ടിലെ ഫ്ലോറൊക്കെ ക്ലീൻ ചെയ്യേണ്ട ഉത്തരവാദിത്തം ഇവനാണ്. ഇവൻ എന്ന് പറയുമ്പോൾ നമ്മുടെ റോബോ ബോയ്ക്ക്. അപ്പോൾ അവൻ എന്തായാലും ഫ്ലോറൊക്കെ ക്ലീൻ ചെയ്ത് വരട്ടെ. ആ നേരം കൊണ്ട് നമുക്ക് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാം. ഇന്ന് രാവിലത്തേക്ക് നല്ല അപ്പവും സോയാബീൻ കറിയാണ് കേട്ടോ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ഉണ്ടാക്കണേ. അപ്പോൾ നമുക്ക് നല്ല പൂ പോലത്തെ അപ്പവും കറിയും കൂട്ടിയിട്ട് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിക്കാം. പിന്നെ എനിക്ക് കുറച്ച് കൊറിയറൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് അൺബോക്സ് ചെയ്യാം. ഇത് ഞാൻ ഓൾറെഡി അൺബോക്സ് ചെയ്തിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ് കേട്ടോ. കുറച്ച് നാളായിട്ട് ഞാൻ എൻ്റെ കാർട്ടിൽ ഇട്ട് വെച്ചിരുന്ന ഒരു ഐറ്റമാണ്. ഇതൊരു വാക്യൂം മാഗ്നറ്റിക് ഫോൺ ഹോൾഡർ ആണ് കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് സാധാരണ ആൻഡ്രോയിഡ് ഫോണിലും ഐഫോണിലും യൂസ് ചെയ്യാം. ആൻഡ്രോയിഡ് ഫോൺ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ ആ ഒരു റിങ് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് വെച്ച് കൊടുക്കണം കേട്ടോ. ഇപ്പം ഞാൻ ആ ഒരു മാഗ്നറ്റിക് ട്രൈപോഡിലാണ് കേട്ടോ വീഡിയോ എടുക്കുന്നത്. എന്തായാലും വാങ്ങിച്ചതല്ലേ, ഒന്ന് പ്രസനം കാണിച്ചേക്കാം. അപ്പോൾ ആദ്യം തന്നെ ഞാൻ വാങ്ങിച്ചിട്ടുള്ളത് ഇത് ഒരു സെറ്റ് ഹാങ്ങേഴ്സാണ്. ഇവിടെ ഹാങ്ങറിൻ്റെ കുറച്ച് കുറവുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഈ ഒരു സെറ്റ് ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിച്ചതാണ്. ഇതിൽ ഒരു 12 എണ്ണം വരുന്ന ഒരു സെറ്റ് കേട്ടോ. ഇതുണ്ടല്ലോ, നമ്മുടെ ഈ സ്പൈസസ് ഒക്കെ ഇട്ട് വയ്ക്കില്ലേ, അതിന് വേണ്ടിയിട്ട് ഞാൻ വാങ്ങിച്ചിട്ടുള്ളതാണ്. ഭയങ്കര റേറ്റ് കുറവോ, വലിയ ആർഭാടമായിട്ടുള്ളൊരു സാധനമല്ല. സാധാരണ നമുക്ക് ഷോപ്പിലൊക്കെ കിട്ടുന്നതാണ്. അപ്പോൾ ഇത് ഓൺലൈനായിട്ട് ഇതാണ് ഞാൻ വാങ്ങിച്ചേക്കുന്നത്. ഇതിൽ എൻ്റെ ഉണ്ടായിരുന്നില്ല സ്പൈസസ് ബോക്സ്. അപ്പോൾ ഇങ്ങനത്തെ ഒരെണ്ണം ഒരു സ്പൂണൊക്കെ ഉണ്ട്. അപ്പോൾ അതൊരെണ്ണം വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ ഒരെണ്ണം ഉണ്ടല്ലോ, എൻ്റെ ഒരു മിനിറ്റ് കേട്ടോ. ഇതാണ് എൻ്റെ പഴയ കട്ടിംഗ് ബോർഡിൻ്റെ അവസ്ഥ. ഇതിപ്പോൾ 2 വർഷമായി, ഓൾമോസ്റ്റ് മാറ്റാറായിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ തന്നെ സമയം അതിക്രമിച്ചു. അപ്പോൾ എന്തായാലും ഒന്ന് അപ്ഡേറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ എല്ലാവരും ഇപ്പോൾ സ്റ്റീലാണല്ലോ ഉപയോഗിക്കണത്. അപ്പോൾ ഞാനും സ്റ്റീൽ തന്നെ വാങ്ങിച്ച് നോക്കാമെന്ന് വിചാരിച്ചു. അതാകുമ്പോൾ നമുക്ക് പല ഉപയോഗങ്ങളുണ്ട്. കട്ടിംഗ് ബോർഡായിട്ടും അതുപോലെ മാവ് കുഴയ്ക്കാനൊക്കെ ആയിട്ട് ഉപയോഗിക്കാം. ഒരുപാട് വലിപ്പമൊന്നുമില്ല, ഈ ഒരു വലിപ്പം ഉണ്ടാവുള്ളൂ. സോ അപ്പോൾ നമ്മൾ ഇനി മുതൽ ഇതിലാണ് കട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇനി ഞാൻ മുകളിൽ ടാഗ് ചെയ്തേക്കാം.